നെല്ലിക്കുഴി നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചുവന്ന പുസ്തക ദിനം സമുചിതമായി ആചരിച്ചു. ഇടതുപക്ഷ ആശയങ്ങൾ സോഷ്യലിസ്റ്റ് സമൂഹ സൃഷ്ടിക്ക് ചാലകശക്തിയാവേണ്ട എഴുത്തുകൾ ആഘോഷിക്കുക, വിലയിരുത്തുക, ചർച്ച ചെയ്യുക എന്നിവയാണ് ഈ ദിനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ലോകമെമ്പാടും 2020 ഫെബ്രുവരി 21 മുതൽ ആഘോഷിക്കുന്ന റെഡ് ബുക്സ് ഡേ 2025 ആഘോഷിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി CPIM നെല്ലിക്കുഴി നോർത്ത് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ ഇരുമലപ്പടിയിലും നെല്ലിക്കുഴിയിലും ചുവന്ന പുസ്തക ദിനം ആചരിച്ചു. ഇടതുപക്ഷ ആശയങ്ങൾ സോഷ്യലിസ്റ്റ് സമൂഹ സൃഷ്ടിക്ക് ചാലകശക്തിയാകേണ്ട എഴുത്തുകൾ ആഘോഷിക്കുക, വിലയിരുത്തുക, ചർച്ച ചെയ്യുക എന്നീ ലക്ഷ്യത്തോടെയാണ് റെഡ് ബുക്സ് ഡേ ആചരിച്ചത്. ഇരുമലപ്പടി പാർട്ടി ഓഫീസിൽ PH ഷിയാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PK ബാപ്പുട്ടിയും, നെല്ലിക്കുഴി പാർട്ടി ഓഫീസിൽ റസൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PM പരീദും സഹകരണ പ്രസ്ഥാനത്തെപ്പറ്റി എന്ന ലെനിന്റെ പുസ്തകം വായിച്ച് പരിചയപ്പെടുത്തി. ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്തും അതിന് മുമ്പും സഹകരണ പ്രസ്ഥാനങ്ങളുണ്ട്. അത് തുടങ്ങാനുള്ള കാരണം തന്നെ ഈ ഹുണ്ടിക പരസ്യക്കാരെ നിന്ന് ആളെ രക്ഷിക്കുക, രണ്ടാമത് വല്ലാത്ത ഇന്ത്യയിൽ തന്നെ കുപ്രസിദ്ധമായ ക്ഷാമത്തിൽ ആളെ രക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയ സഹകരണ പ്രസ്ഥാനങ്ങൾ. അപ്പൊ ലോകത്തുള്ള മറ്റ് സഹകരണ പ്രസ്ഥാനങ്ങൾ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന് വ്യത്യാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തെ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ത്യ പുരോഗതി പ്രാപിക്കാൻ വേണ്ടി സോവിയറ്റ് യൂണിയന്റെ പകർപ്പ് നമ്മൾ കോപ്പി അടിച്ച് ഇന്ത്യയിൽ പഞ്ചവർഷ പദ്ധതി ആരംഭിച്ചു. 5-year പ്ലാൻ, 5 കൊല്ലത്തേക്ക് എന്താണ് നമ്മുടെ പ്ലാൻ എന്ന് തീരുമാനിച്ച് നടപ്പാക്കുന്ന പദ്ധതി സോവിയറ്റ് യൂണിയൻ ആദ്യം തുടങ്ങിയത്. സജി ജോസഫ്, TK ഉണ്ണികൃഷ്ണൻ, അബ്ദുൽ ഖാദർ, ലെനിൻ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.